ഭവ്യ ഓ തകർത്തോ? എല്ലാരും പറയട്ടെ, കേട്ടവരെല്ലാരും പറയട്ടെ. അങ്ങനെ എന്നാ പാട്ട് കേട്ട വീട്ടുകാരോട് ചോദിക്കാം. ശരി, അമ്മ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പാട്ട് കേട്ടത്. അമ്മ, ഭവ്യയുടെ പാട്ട് കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞോ? ഭവ്യ, അമ്മ വിളിക്കോ സ്റ്റേജിലേക്ക്? അമ്മ സ്റ്റേജിലേക്ക് വരുമോ? അമ്മ എന്താ പറ്റിയേ? സന്തോഷം കൊണ്ടില്ല. അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൻ്റെ എന്താ പറയാ, ഞാൻ ഈ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാട്ട് പാടിയതിന്റെ ഒക്കെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. കുറച്ച് വർഷം മുന്നേ വയ്യാത്ത ആളായിരുന്നു. എന്ത് പറ്റി? അമ്മ ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ ആളാണ്. ഇപ്പൊ അതൊക്കെ തരണം ചെയ്ത് അമ്മ ഇവിടെ എത്തി. അപ്പൊ അതിന്റെയും കൂടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സങ്കടം വന്നിട്ടുണ്ടാവുക. അമ്മയും അച്ഛനും ടീച്ചേഴ്സ് ആണ് അല്ലെ? അധ്യാപകരായിരുന്നു. ഞാനും ട്രെയിനിങ് കഴിഞ്ഞതാണ്. ഇപ്പൊ ആദ്യത്തെ വീക്കിലെ ഭവ്യയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ? നന്നായി പറഞ്ഞു. ഒരുപാട് സന്തോഷായി. അമ്മക്ക് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കെട്ടിപ്പിടി, ഒരു ഹഗ്. മഞ്ജരി, എന്താണ് പറയാനുള്ളത്? ഇന്ന് ഭവ്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ അമ്മയുടെ സന്തോഷ കണ്ണീര് അത് തെളിയിച്ചിരിക്കുകയാണ്. സത്യം. നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാനിരുന്ന കാര്യം അമ്മ കണ്ണുനീരായിട്ട് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഭവ്യ നല്ലൊരു പാട്ടുകാരിയാണ്, അസലായിട്ട് പാടുന്നുണ്ട്. എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വേദിയിൽ പാടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തി എന്നുള്ളതാണ്. ഒരുപാട് നാളത്തെ സ്റ്റേജ് ഒന്നും ഇല്ല, എന്നാലും എനിക്ക് എൻ്റെ പാട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണം, നാലാൾ അറിയണം എന്നെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഭവ്യ ശരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സ് വിഷമം തോന്നുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഭവ്യയുടെ പാട്ട് രാജശില്പി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തലത്തിലാണ് ഭവ്യയുടെ ഒരു പെർഫെക്ഷൻ വന്നത് ആ പാട്ടിൽ. ഓരോ പാട്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് പാടുമ്പോൾ നമുക്കും സന്തോഷം അത് കേൾക്കുമ്പോൾ. ഇത്രയും ഭവ്യക്ക് വേണ്ടി ഭവ്യയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ ഹസ്ബൻഡ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും, അമ്മയ്ക്ക് വയ്യാത്തോണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഹസ്ബൻഡിന്റെ ചേച്ചി അവരൊക്കെ വിദേശത്താണ്. അപ്പോൾ വിളിച്ചു നോക്കലുണ്ട് എല്ലാവരും. ഞാനിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മുതലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ വരെ എത്തി കാര്യങ്ങൾ. ഭവ്യ, ഇപ്പൊ ഒരുപാട് പേരെ ഓർത്ത സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാലോ? കാണാം. ഓക്കെ. ഹലോ ഹലോ ഹലോ, ഞാൻ പാട്ട് കേട്ടു, ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, ഒന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, ആ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഭവ്യ കുറച്ചുകൂടെ ബോൾഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ കരഞ്ഞപ്പോഴും പിടിച്ചു നിന്നല്ലോ, അതുപോലെ തന്നെ പിടിച്ചു നിന്നാ മതി, ഇനി കയ്യിൽ നിന്ന് പോണ്ട. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിന്റെ ആഗ്രഹങ്ങള്, നീ പറയാറുള്ളത്, നിന്റെ വിഷമങ്ങള്, അതിപ്പോ മാറിക്കണ്ടതില് ഭയങ്കര ഒരു സന്തോഷം. എനിക്കവിടെ എത്തി നിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സ് ടിവിനോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. എന്റെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ. നന്നായിട്ട് പെർഫോം ചെയ്യാം. നമുക്കിവിടെ നേരിട്ട് എത്തിക്കാൻ പറ്റിയില്ല, ഒരു വീഡിയോ കോൾ ത്രൂ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. നേരിട്ട് എത്താൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഇടക്കിടക്ക് എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന് അറിയണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടെ ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ്. ഇപ്പോ ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുമ്പോഴും ഞാൻ എന്താ കയറാൻ പോവുകയാണ് എന്നുള്ള അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വീഡിയോ ഞാൻ വിചാരിച്ചില്ല. ഒരാള് കിടന്ന് ഉറക്കമായിരുന്നു അമ്മയുടെ പാട്ട് കേട്ടെ. അച്ഛന്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ എഴുന്നേറ്റു അല്ലേ? ഹലോ വന്നേ. ഹലോ കിച്ചു, അമ്പരപ്പിലാണ് എങ്ങനെ അച്ഛൻ ഇവിടെ വന്നു എന്നുള്ളത്. അതെ, എങ്ങനെ ഈ ടിവിയുടെ ഉള്ളിൽ എത്തി എന്നാണ് ആൾ ആലോചിക്കുന്നത്. എന്താ മിണ്ടാത്ത അച്ഛൻ ഒരു ഉമ്മ തന്നു, കിട്ടിയായിരുന്നോ? ഉറക്കത്തിന്റെ ഹാങ് ഓവറിലാണ്. പാടി ഇഷ്ടായില്ലേ? പാടിയത് ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടായില്ലേ? നീ കോൺഫിഡന്റ് ആയി നിന്നാ മതി, ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. ശരി, പറഞ്ഞതുപോലെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. ഇങ്ങ് വന്ന ചോദിക്കട്ടെ. ക്ലേ പോലത്തെ സാധനം ഞെക്കി പോക്കുക. ക്ലേ പോലത്തെ സാധനം ക്ലേ അത് ഞെക്കി പോക്കുവാന്ന്. അത് മാമന്റെ തലയിൽ കുറെ ഉണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ. തലയില് കൊറേ ക്ലേ ഉണ്ടാവോ ഉണ്ടെന്ന് പറയുന്നു നാട്ടുകാര്. അവരോട് പറ മാമന്റെ തലയിൽ അതൊന്നുമില്ല. അവന്റെ തലയിലൊന്നും ഒന്നുമില്ല. അതാണ് അവന്റെ തലയിൽ ഒന്നുമില്ല. ചെറുതാണെങ്കിലും നല്ല വിവരമുണ്ട്. തലയിലൊക്കെ മുടിയല്ലേ ഉണ്ടാവുക. മാമന്റെ തലയിൽ നിന്ന് അതും പോയിക്കൊണ്ടിരിക്കുക. മാമന്റെ വിഷമം എല്ലാവരും അറിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ഈ വേദിയിൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികളായിട്ടുള്ള വീട്ടമ്മമാർ വരുന്നത്. അവരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. അവരുടെ വീട്ടുകാരുടെ, അവരുടെ ഹസ്ബൻഡ്സിന്റെ, അവരുടെ സ്വന്തക്കാരുടെ ഒക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഈ വീട്ടമ്മമാര് വഴി നടത്തിയെടുക്കുന്നത് അല്ലേ? അപ്പോ ഇവിടെ അമ്മയുടെ ആഗ്രഹവും ചേട്ടൻ കഷ്ടപ്പെട്ട് ഒരു ഡയലോഗ് ഇമോഷണലി പറഞ്ഞോണ്ടിരിക്കുക, കേൾക്കുന്നുണ്ടോ വല്ലതും? അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഫ്ലോ അങ്ങ് പോയില്ലോ. ചേടാ ഇരുത്തിയിട്ട് പറഞ്ഞാൽ മതിയോ? അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ വീട്ടമ്മമാരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യമാവുന്നത്. പിന്നെ അവരുടെ അമ്മമാര്, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഹസ്ബൻഡ്സ്, അവരുടെ നാട്ടുകാർ, വീട്ടുകാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. അപ്പോ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേദി ഒരുക്കുന്ന ഈ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്റെ ഹൃദയത്തിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, പ്രേക്ഷകർക്ക് ചേക്കേറി എന്ന് പറയായിരുന്നു, കൂട്ടത്തിൽ എനിക്കും. അതെ, നിങ്ങൾക്കോ? അതെ. നമ്മള് ചുമ്മാ തമാശ രീതിയിലൊക്കെ ഇപ്പൊ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നതും ഫോം വിളിക്കുന്നതും നമുക്കിങ്ങനെ ഒരു അവസരം വരുമോ എന്നാണ്. നമ്മുടെ ഈ പാലക്കാട് എന്നാണ്, തൃശ്ശൂർ എന്നാണ് ഓഡീഷൻ നടക്കുന്നത്, ട്രിവാൻഡ്രത്ത് എന്നാണ് ഓഡീഷൻ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചാപ്റ്റർ 4 ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരും റെഡി ആയിരുന്നോളൂ. നിങ്ങൾക്കുള്ള ഓഡീഷൻസ് ഉടൻ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്വപ്നവേദി ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം.